ഒരു പ്രസ്ഥാനമായ ശുശ്രൂഷയെ വളരണത് എങ്ങനെയാണ്? ദൈവമാണ് അതിനെ വളർത്തുന്നത്, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇപ്പോൾ കൃപാസനത്തെ ദൈവം വളർത്തുന്ന ഒരു വലിയ മിഷൻ ഫീൽഡാണത്. ദൈവത്തിൻ്റെ കൈവെട്ടാൻ നടക്കാൻ പറ്റത്തില്ല. ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർ എന്ത് ചെയ്യും? നടുകയും ചെയ്യും, നനയ്ക്കുകയും ചെയ്യും. അതേ ഞങ്ങൾക്കൂടെ പറഞ്ഞിട്ടുള്ളത്. ദൈവം തരുന്നത് ഞങ്ങൾ നടും, ഞങ്ങളുടെ കൂടെ ഉള്ളവർ അത് നനക്കും. പക്ഷെ വളർത്തുന്നത് ആരാണ്? ദൈവമാണ്. അപ്പോൾ വളർച്ചയെക്കുറിച്ച് ഞങ്ങൾക്ക് അവരങ്ങനെ വിമർശിക്കുമ്പോൾ അയ്യോ ഇത് വളരാതിരിക്കുമോ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അതല്ല വളരെ ഫ്രീ ആയിട്ട് സ്വാതന്ത്ര്യമായിട്ട് നിൽക്കുന്നത്. എന്താ കാര്യം? അവരെ നമ്മളെന്താണ് ചെയ്യേണ്ടത്? അവരെ അനുഗ്രഹിക്കുക മാത്രമേ ചെയ്യാവൂ. നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദൈവ വഴി പോണവൻ എപ്പോഴും ശത്രുക്കളവരെ അനുഗ്രഹിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. പക്ഷേ നമ്മുടെ സത്യങ്ങൾ പറയാൻ നമുക്ക് ബാധ്യതയുണ്ട്. അത് മറച്ചു വെക്കരുത്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നീ വിളക്ക് മുറം കൊണ്ട് മൂടരുത്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ അടിയിൽ നിങ്ങളുടെ അനുഭവങ്ങൾ പറയും. കള്ളത്തരമൊന്നും പറയരുത്. കൃപാസനത്തെ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെ പോരാളികളൊന്നും ആകേണ്ട ആവശ്യമില്ല. മറിച്ച് നിങ്ങൾക്ക് കിട്ടിയ ദൈവാനുഭവങ്ങൾ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അതിൻ്റെ കാർഡിൽ കമൻറ്റ് ചെയ്യണം, എൻ്റെ അനുഭവം ഇതാണെന്ന് പറയണം. അങ്ങനെ എത്രയോ പേര് പറയുന്നുള്ളതെന്നറിയാമോ? കാര്യം എന്താണ്? തിന്മയെ എപ്പോഴും നന്മ കൊണ്ടാണ് ജയിക്കേണ്ടത്.